പാകിസ്ഥാൻ ടീം ഇപ്പോൾ ഇന്ത്യയുമായിട്ട് കളിക്കാമെന്ന് പറഞ്ഞ് മുട്ടുമടക്കി വന്നിട്ടുണ്ട്. അതിന്റെ കാരണം എന്ന് പറയുന്നത് പാകിസ്ഥാൻ ടീമിന് അറിയാം ഇന്ത്യൻ ടീമിൽ ഇപ്പോൾ സഞ്ജു സാംസൺ ഒഴികെ ബാക്കിയെല്ലാവരും ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണെന്ന്. അതായത് കഴിഞ്ഞ ന്യൂസിലൻഡുമായിട്ടുള്ള സീരീസിലൊക്കെ 10-15 ഓവറിലൊക്കെയാണ് 150-200 ഒക്കെ അടിച്ചെടുക്കുന്നത്. ഇപ്പൊ നടന്ന ലാസ്റ്റ് കളിയിൽ അമേരിക്കക്കാരോട് മാത്രമാണ് ഇന്ത്യക്ക് ചെറുതായിട്ടൊന്ന് പാളിയത്. പക്ഷെ അമേരിക്ക സായിപ്പന്മാരെയും സൂര്യകുമാർ കണ്ടം വഴി ഓടിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഇന്ത്യൻ ടീമിനോട് മാച്ചിന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആസനം ചെമ്പാകും എന്നുള്ള കാര്യം പാകിസ്ഥാൻ ടീമിന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇവർ ആദ്യമേ പറഞ്ഞത് ബംഗ്ലാദേശിനെ ഇന്ത്യയിൽ നിന്ന് കളിപ്പിക്കാത്തത് കൊണ്ട് അവർക്ക് സപ്പോർട്ടായിട്ട് ഞങ്ങളും ഇന്ത്യൻ ടീമുമായിട്ട് കളിക്കില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ ഒരു ഡ്രാമയൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പതിയെ മുട്ടുമടങ്ങി വന്നിട്ടുണ്ട്. അതിന്റെ കാരണം എന്ന് പറയുന്നത് പാകിസ്ഥാൻ ടീം ഇപ്പൊ തന്നെ സാമ്പത്തികമായിട്ട് കുറച്ച് പിന്നോട്ടാണുള്ളത്. അപ്പൊ ഇത്രയും വലിയൊരു ബിസിനസ് നടക്കുമ്പോൾ എന്തായാലും കളി തോക്കുമെന്നറിയാം, അതിലോ നഷ്ടം സംഭവിക്കും. പക്ഷേ ഈ കിട്ടുന്ന ലാഭം ഇത്രയും വലിയൊരു ബിസിനസ് നടക്കുമ്പോൾ അതിന്റെ ഒരു ചെറിയ പങ്ക് എന്തായാലും ക്രിക്കറ്റ് ടീമിന് ലഭിക്കും, അവരുടെ സർക്കാരിന് ലഭിക്കും. ഇതൊക്കെ എന്തിനാണ് ഞങ്ങൾ കളയുന്നത് എന്നുള്ളൊരു ചിന്ത ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും ഇപ്പൊ മുട്ടുമടക്കി വന്നിരിക്കുന്നത് ഇന്ത്യയുമായിട്ട് കളിക്കാമെന്ന്. എന്തായാലും ഇപ്പോൾ ഇന്ത്യയോട് മാച്ചിന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പൊ ഭ്രാന്ത് ഇളകി നിൽക്കുന്ന ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരൊക്കെ ഇവരെ ശൂന്യാകാശത്തേക്ക് അടിച്ചു വിടുമെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട്. ആ ഒരു ബോധ്യത്തോടു കൂടി തന്നെയായിരിക്കും അവർ ഗ്രൗണ്ടിൽ ഇറങ്ങാനും പോകുന്നത്. പക്ഷെ അതിന്റെ പിന്നിലുള്ള സാമ്പത്തിക നേട്ടം കണ്ടിട്ട് തന്നെയായിരിക്കും ഇപ്പൊ ഇന്ത്യയുമായിട്ട് കളിക്കാമെന്നൊക്കെ സമ്മതിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പൊ ഇന്ത്യയുമായിട്ട് കളിക്കാൻ തയ്യാറായ സ്ഥിതിക്ക് പാകിസ്ഥാൻ ബൗളർമാരെയൊക്കെ അടിച്ച് ശൂന്യാകാശത്തിലേക്ക് ഇടാൻ വേണ്ടി തയ്യാറാക്കി ഇരിക്കുന്നുണ്ട് നമ്മുടെ ഭ്രാന്ത് പിടിച്ച പിള്ളേര്. അതിൽ സഞ്ജു സാംസൺ മാത്രമാണ് ഇപ്പോൾ ഒന്ന് കൂളായിട്ട് സൈലന്റ് ആയിരിക്കുന്നത്. അവനും കൂടെ ഭ്രാന്ത് പിടിച്ചു കഴിഞ്ഞാൽ മക്കളെ നിങ്ങളുടെ കാര്യം പിന്നെ നോക്കണ്ട. എന്തായാലും 15-ാം തീയതി കളിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ പഞ്ഞിക്കിടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.